റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 6-8 മുതലുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 8 ഓൺവേർഡ്സ്. എന്നാൽ അതെന്ത് പറയുന്നു? റോമർ 10:8. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എല്ലാവരും പറയാമോ? വചനം എവിടെ ഇരിക്കുന്നു? നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആക്ച്വലി സമീപമായി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അടുത്തുണ്ട്. അത് അടുത്തുണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ വായിലുണ്ട്, പിന്നെ അതിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, പഴയ നിയമ രീതിയിൽ നമ്മൾ പുതിയ നിയമം കാണരുത്. പാസ്റ്ററെ, ദൈവം എന്നോട് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. ദൈവം, ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അന്ന് പണ്ട് ഇങ്ങനെ വെള്ള ഉടുപ്പ് കാണുമായിരുന്നു, ഇപ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ല. എൻ്റെ കൃപയും വരങ്ങളും എല്ലാം പോയി. പണ്ടത്തെ രീതി, പഴയ നിയമ രീതി, ദൈവം പറയും, മോശ വടി നീട്ടും. ദൈവം പറയും, ആമേൻ, ഏലിയാവ് അനുസരിക്കും. ദൈവം പറയും, എല്ലാരും ചെയ്തത് ദൈവം പറയുന്നത് കേട്ടിട്ടാണ്. സ്തോത്രം. തുടക്കത്തിലെ ഉറങ്ങിയോ? ആരംഭമേ ഇത്ര ഉറക്കമാണെങ്കിൽ അവസാനത്തെ ഉറക്കം എന്തോ ആയിരിക്കും. എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ദൈവം പറയുന്നത് കേട്ടിട്ടാണ് ഇവര് പ്രവചിച്ചതും പ്രസംഗിച്ചതും. ദൈവം പറയുന്നവര് കേൾക്കുകയാണ്. ദൈവം എന്ത് പറഞ്ഞു? ശമൂവേലേ, ദൈവം എന്ത് പറഞ്ഞു? ദാവീദേ, ദൈവം എന്ത് പറഞ്ഞു? ദൈവം പറഞ്ഞു ഹല്ലേലൂയ സോപ്പിട്ട് കുളിക്കാൻ. ശരി, ദൈവം പറഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു ബൈബിൾ വായിക്കണ്ട. ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞത് കൊണ്ട് ഞാനത്. ഇവരെല്ലാം ദൈവ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പുതിയ നിയമം വന്നപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് സ്വർഗാരോഹണം ചെയ്ത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഇന്ന് ക്രിസ്തു സ്വർഗത്തിലല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ ദൈവ ശബ്ദം കേട്ടിട്ട് വേണ്ട നീ പറയാൻ. നിന്റെ വായിൽ ദൈവ ശബ്ദം ആണ്, കാരണം നിന്റെ ഉള്ളിൽ യേശുവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ മലയോട് അവിടുന്ന് നീങ്ങുവാൻ ദൈവം പറയും, എന്നിട്ട് നീ പറഞ്ഞാൽ. അങ്ങനെയാണോ? ഹല്ലേലൂയ. ഗോലിയാത്തിനെ കൊല്ലാൻ വന്നപ്പോൾ ദാവീദ് കല്ലെടുക്കാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ആ കല്ലെന്റെ ഹിതമല്ല, ഈ കല്ലെടുക്കാൻ. കർത്താവ് പറഞ്ഞു, ആ കല്ലല്ല, അതിലും വലിയ കല്ല് ഞാൻ ഒരുക്കിയിട്ടുണ്ട്, അതെടുക്കാം. മൊത്തം ആ കല്ല്, ഈ കല്ല്, ഏത് കല്ല്? ആണ് ദാവീദ് പറഞ്ഞു, ഇൻ പിൻ സെപ്റ്റ് പിൻ ഇൻ പിൻ ഔട്ട് ഔട്ട് ഗോസ് സെപ്റ്റ് പിൻ ഇൻ പിൻ ഔട്ട്. ഈ കല്ല് പിടിച്ചോടാ ഗോലിയാത്ത്. ഇങ്ങനെ ഒന്നും ഇവരെടുക്കുന്നതാണ് കല്ല്. ഈ കല്ലാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ദൈവം വെളിയിലല്ല, ഇവിടെ ദൈവം നിന്റെ ഉള്ളിലാണ്. ഹല്ലേലൂയ. നിന്റെ വിചാരം എന്റെ വിചാരമല്ല. പഴയ നിയമത്തിൽ പറയാം, നിന്റെ വഴി എന്റെ വഴിയല്ല. പുതിയ നിയമത്തിൽ പറയാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പറയാണ്, ഞാൻ നിങ്ങളെ ആരെയും ദാസന്മാരെന്ന് പറയുന്നില്ല, നിങ്ങളെല്ലാരും എന്റെ സുഹൃത്തുക്കളാണ്. കാരണം യജമാനൻ ചെയ്യുന്നതെല്ലാം ഞാൻ എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെയുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിന്റെ കയ്യിൽ അണലി കടിച്ചു. അവരെല്ലാവരും ഉപവാസ പ്രാർത്ഥന. ദൈവഹിതമാണോ ഈ അണലി? ഈ അണലി എവിടുന്നാണ് ദൈവം എടുത്തത്? എടുക്കാൻ കാരണം, ദൈവനെ ശോധന ചെയ്യാൻ ഈ അണലി ഉപയോഗിക്കാനുള്ള കാരണം, പ്രത്യേക ദൂത അഗബോസിന് വന്നു. 3 മാസം കഴിയുമ്പോൾ പൗലോസ് സൗഖ്യമാകും. അങ്ങനെയാണോ? അണലി കടിച്ച ഉടനെ അവൻ കുടഞ്ഞു. ഉടനെ ഞാൻ എഴുന്നേറ്റു, കൊടയരുത്, ദൈവഹിതമല്ല. ഹല്ലേലൂയ. എല്ലാരും പറ, പഴയ തേങ്ങ പോയി. നമുക്ക് മൂന്നാർക്കൊണ്ട് പറയാം. ആമേൻ. പഴയ കൊച്ചങ്ങ പോയി. അങ്ങനല്ലേ പറയുന്നത്? ഇന്ന് ഈ ഓശാന ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ കുരുത്തോലെ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. അത് കൊച്ചു പിള്ളേർക്കുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മൾ പാം സൺഡേ അല്ല, സാം സൺഡേ ആഘോഷിക്കുന്നവരാണ്.
ആമേൻ. ഓശാന ഞായറാഴ്ച കുരുത്തോലയും ഈസ്റ്റർ ഞായറാഴ്ച ചിക്കൻ കറിയും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഞാൻ ചിക്കൻ കഴിക്കും. ജീനി സിസ്റ്റർ കൊണ്ടുവന്നാൽ മതി, ഞാൻ കഴിച്ച് കാണിച്ചു തരാം. Hallelujah. We believe in Psalm Sunday and not Palm Sunday. It's all good. എതിരല്ല. ബട്ട് ലിസൺ, ഇതിൻ്റെ എല്ലാം സത്തെന്ന് പറയുന്നത് ദൈവം നിന്റെ ഉള്ളിലാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എടി 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 എന്താടി പറഞ്ഞേ, ഇങ്ങനെ ഒരു 10 തവണ പറഞ്ഞാൽ ആ വീട് വർദ്ധിക്കും. നിന്റെ അമ്മ എന്താടി പറഞ്ഞേ, ഇങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേ നിന്നെ നോട്ട് ചെയ്ത് വെച്ചതാ. ഇങ്ങനൊക്കെ പറയുന്നവരെ സ്വർഗം പറയാ താക്കോല് നിന്റെ കയ്യിൽ ഉണ്ടടാ. ആണോ? ആണോ? അല്ലേ? അല്ല. കാരണം ഇത് പഴയ മനുഷ്യന്റെ ഭാഷയായിരുന്നു, ഇത് പഴയ മനുഷ്യന്റെ രീതിയാണ്. പക്ഷെ ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നാൽ അടുത്തവനെ ചീത്ത വിളിക്കുന്നതല്ല വരുന്നത്. കല്ലറ തുറക്ക, വാതിൽ തുറക്ക, അവന്റെ കേട്ടഴിക്ക, നിനക്ക് പറയുന്നതല്ല. ഹല്ലേലൂയ. ആമേൻ. സന്ദേശ് ബാർ മുന്നോട്ട്. സന്ദേശ് ബാർ പഴയ സൃഷ്ടിയോട് സന്ദേശ് ബാർ എന്ത് പറയാ? പാസ്റ്റർ, എൻ്റെ വയറിലൊരു മുഴ ഞാൻ നോക്കിയിട്ട്, എൻ്റെ ആൻറ്റിക്കും ഇവിടെയല്ല ഇവിടെ ആയിട്ടൊരു മുഴയുണ്ടായിരുന്നു, പുള്ളിക്കാരി മരിച്ചുപോയി. ഹല്ലേലൂയ. ഇതൊരു പഴയ സൃഷ്ടിയുടെ സംസാരമാണ്. എല്ലാ ആൾക്കാരും അവരുടെ പ്രശ്നവും കൊണ്ടാണ് വരുന്നത്. ആരും എനിക്കിപ്പോൾ എല്ലാം ഓക്കെയാണ് പാസ്റ്റർ, ഇനി കുറച്ചുകൂടെ ഓക്കെ ആവാൻ പ്രാർത്ഥിക്കും എന്നാരും വരുത്തില്ല. ആമേൻ. നിന്റെ ഭർത്താവിന് പ്രോബ്ലം ഉണ്ട്, ഭാര്യയ്ക്കുണ്ട്, പിള്ളേർക്കുണ്ട്, എല്ലാവർക്കും പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം വരുമ്പോൾ പഴയ സൃഷ്ടി പറയുന്നതെന്നറിയോ? തട്ടിപ്പോ, ഒന്നും പറ്റത്തില്ല, നമുക്ക് വന്നിരുന്ന് നോക്കാം. പക്ഷെ പുതിയ സൃഷ്ടി അവൻ ദൈവത്തിൻ്റെ അനുരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനായതുകൊണ്ട് അവൻ അറിയാം ദൈവം അവനെ വിളിച്ചത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ്, പ്രതികൂലങ്ങളെ ശാന്തമാക്കാനാണ്. അതുകൊണ്ട് അവൻ ചോദിക്കുന്ന മുഴ വലുതായാലും ചെറുതായാലും എൻ്റെ ഉള്ളിലെ വിശ്വാസം പറയുന്നു, വചനം എൻ്റെ വായിലുണ്ട്, വചനം എൻ്റെ സമീപത്തുണ്ട്, വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, യേശുവിൻ്റെ നാമത്തിൽ ചൊട്ടിപ്പോക, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോക. ഞാൻ കൽപ്പിക്കുകയാണ്, മാറാൻ കൽപ്പിക്കുക. അപ്പൊ അടുത്ത ദിവസം ഞാൻ വിളിക്കുകയാണ്, വല്ല മാറ്റമുണ്ടോ പാസ്റ്ററെ? മുഴക്കൂടി. മുഴക്കൂടിയോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ആശിക്കുന്ന ഉറപ്പാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു വലിയ മലയും ഒരു ചുറ്റിക അടി കൊണ്ടല്ല താഴെ വീഴുന്നത്. ശരിയാണോ? അല്ലേ? ഒരു ചുറ്റികയിട്ട് അടിച്ചത് കൊണ്ട് ഹല്ലേലൂയ ഒരു മലയും താഴെ വീഴത്തില്ല. ഇത് ഒരുപാട് തവണ അടിക്കണം. ശരിയാണോ? അല്ലേ? ശരിയാണോ? അല്ലേ? ഹല്ലേലൂയ. ഒരുപാട് തവണ നീ അടിക്കണം. ഇത് അടിക്കും തോറും നീ കാണുന്നില്ല, അകത്ത് ക്രാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കത്ത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പറഞ്ഞ് 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 അതിനെ പൊട്ടിക്കണം. മരിച്ചവരെ എഴുന്നേൽപ്പിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, കുരുട്ട് കണ്ണുകളെ തുറക്കണം. വചനം നിന്റെ വായിലുണ്ട്, വചനം നിന്റെ ഹൃദയത്തിലുണ്ട്, വചനം നിന്റെ സമീപത്തുണ്ട്. നീ അത് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഒരു കാര്യം നമ്മൾക്കുണ്ട്, ഒരു വിഷയമുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്തൊരു പോസിറ്റീവായിട്ടൊരു ചിന്താഗതി നടക്കത്തില്ല, ഇങ്ങനെ വന്ന് നമ്മൾ കുറച്ചായി തളർന്നു പോകും. ഇവിടെ എല്ലാം റോമർ 10:8 എടുത്ത് പറയണം, വചനം എൻ്റെ വായിലുണ്ട്, വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്, വചനം എൻ്റെ അടുത്തുണ്ട്. ആമേൻ. പാസ്റ്റർ എന്ത് പറയുന്നു ഈ വിഷയം? എൻ്റെ അമ്മായി സൗഖ്യമാകൂല്ലേ? പാസ്റ്റർ എന്ത് പറയുന്നു? എൻ്റെ അങ്കിൾ സൗഖ്യം? ഇതിനകത്ത് പാസ്റ്റർ എന്ത് പറയുന്ന നല്ല ഇവിടെ വിഷയം.
ഇവിടെ എന്ത് നിങ്ങൾക്ക് കിട്ടുന്ന ദൂത നല്ല വിഷയം. ഇവിടെ ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്, നീ ജീവനോടെ ഇരിക്കും. ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നീ വർണ്ണിക്കും. ഇത് നീ വാ തുറന്ന് പറയണം. ഹല്ലേലൂയ. കാരണം വചനം ഇപ്പൊ സ്വർഗത്തിലല്ല, വചനം നിന്റെ വായിലാണ്, വചനം നിന്റെ ഹൃദയത്തിലാണ്, വചനം നിന്റെ അടുത്താണ്. നീയാണ് ഇത് എടുക്കേണ്ടത്. ഞാൻ ഒരിക്കലും ആ ഡോറിന്റെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിക്കത്തില്ല ദൈവം തുറക്കാൻ. ദൈവം തുറക്കാൻ വേണ്ടി ഞാൻ ഡോറിന്റെ മുന്നിൽ പോയി ഇതുവരെ വിശ്വസിച്ച് കണ്ടിട്ടുണ്ടോ? ചിക്കുവാൻ്റെ കണ്ടിട്ടുണ്ടോ? അമിത കണ്ടിട്ടുണ്ടോ? ഡോറിന്റെ ഫ്രണ്ടിൽ പാസ്റ്റർ ഉപവസിക്കുന്നു ഡോറ് തുറക്കാൻ. ഇല്ല, ഉപവസിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ താക്കോലുണ്ട്, ഞാൻ തുറക്കും. അല്ല പാസ്റ്റർ ഇങ്ങനെ ഒരു ദൂത് കേട്ടായിരുന്നു, അത് തുറക്കാൻ ദൈവത്തിന്റെ ഹിതമല്ല. കുഴപ്പമില്ല, ഞാൻ അങ്ങ് തുറന്നോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താക്കോൽ ഉള്ളിടത്തോളം കാലം എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ശരി, എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ആമേൻ എന്ന് മാത്രമാണ്. ഉവ്വെന്നും ആമേൻ എന്നും മാത്രമാണ്. കയറി പിടിക്കാൻ ആരെങ്കിലും പറ്റുമെങ്കിൽ കയറി പിടിച്ചോണം. നിന്റെ വളർച്ച ദൈവഹിതമാണ്, നിന്റെ ഉയർച്ച ദൈവഹിതമാണ്, നീ വളരുന്ന ദൈവാഗ്രഹമാണ്. നീ വളരും, നീ തഴയ്ക്കും, നീ പന പോലെ ഉയരും, നീ ഉയരും. നീ വളരും, നീ തഴയ്ക്കും, നീ പന പോലെ ഉയരും, നിന്റെ തലമുറ ഉയരും. എല്ലാരും എന്നോട് പറഞ്ഞു, യേശു എന്തിനു കയറിപ്പോയി? യേശു ഇവിടെ കാണുന്നതിന് വിടുതൽ കിട്ടായിരുന്നല്ലോ. യേശു ഇവിടെ കാണുണ്ടായിരുന്ന വിടുതൽ കിട്ടിയാണ് വെറുതെ. അന്ന് രക്തസ്രവക്കാരത്തിൽ പോയി തൊട്ട് പുള്ളിക്കാരി, എനിക്കിതിനെ തൊടാനും കെട്ടിപ്പിടിക്കാനും ഞാൻ സൗഖ്യമാണ്. യേശു ഹല്ലേലൂയ സ്വർഗത്തിൽ കയറിപ്പോയത് നിന്റെ മേൽ താക്കോല് തന്നിട്ടാണ്. ഹല്ലേലൂയ. മന്ത്രവാദിയെ പൂട്ടാനുള്ള താക്കോൽ നിന്റെ വായിലുണ്ട്. ആഭിചാരത്തെ പൂട്ടാനുള്ള താക്കോൽ നിന്റെ വായിലുണ്ട്. ഏത് ക്ഷുദ്രശക്തികളെ തകർക്കാനുള്ളത് നിന്റെ വായിലുണ്ട്. അത് വാനം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനമാണ്. അത് ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് പ്രയോഗിക്കുന്നവന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ഉണ്ടാകില്ല. All doors open, open in Jesus. All doors open. Come on, കർത്താവിനെ ആരാധിച്ച് ഇന്ന് തുറന്ന വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വാതിൽ തുറന്നിരിക്കുകയാണ്. കർത്താവ് പറയാ, കേറി വാ, കേറി വാ, വാതിൽ തുറന്നിരിക്കുകയാണ്, കേറി വാ. ദൈവം ചലിക്കാൻ വെയിറ്റ് ചെയ്യരുത്. മണ്ടത്തരമാണ് നീ കുഴിയിൽ അടക്കപ്പെടും. നീ ചലിക്കാൻ തുടങ്ങുമ്പം ദൈവത്തിന്റെ സ്പർശനം നീ കാണും. ദൈവം ചലിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ദൈവം എന്നെ ശുശ്രൂഷിക്കട്ടെ, ദൈവം എന്നെ ഉയർത്തും. ദൈവം എന്നെ കേൾക്കാൻ നല്ലതാണ്, എല്ലാം കേൾക്കാൻ നല്ലതാണ്. പക്ഷെ നീ അനങ്ങാതെ ദൈവം ചലിക്കത്തില്ല. ആ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ, ആഫ്രിക്കൻ പാസ്റ്ററിന്റെ പേരുന്ന് മലാങ്ക പാസ്റ്ററുടെ വന്ന് പറഞ്ഞു, ദൈവം നിന്റെ വായിട്ട് അനക്കും നീ വിചാരിക്കരുത്. ഹല്ലേലൂയ. ദൈവം ഇട്ടിച്ചിരിക്കും, നീ വെയിറ്റ് ചെയ്തിരിക്കത്തേ ഉള്ളൂ നിന്റെ വായും കൊണ്ട്. പക്ഷെ നീ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെയാണ്. ഹല്ലേലൂയ. റോമർ 10 അതിൻ്റെ 9-ാം വാക്യം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന റോമർ 10:8 മുതലുള്ള വാക്യം. യെസ്. അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന വായ കൊണ്ട് ഏറ്റുപറയും. യേശുവിനെ കർത്താവെന്ന വായ കൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. ശ്രദ്ധിക്കാം, യേശുവിനെ കർത്താവെന്ന് എന്തുകൊണ്ട് പറയണം? വാ കൊണ്ട്. എല്ലാരും പറ, എന്തുകൊണ്ട് പറയണം? വാ കൊണ്ട്. എല്ലാരും പറ, എന്തുകൊണ്ട് പറയണം? വാ കൊണ്ട്. വായ കൊണ്ട് ഏറ്റു പറയുമ്പോൾ സ്വർഗത്തിൽ നിന്റെ പേരെഴുതും.
യേശുവിനെ കർത്താവെന്ന് നീ വായ് കൊണ്ട് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്റെ പേരെഴുതും. സ്വർഗത്തിൽ പേരെഴുതിയതിന്റെ അടയാളമാണ് നീ രക്ഷിക്കപ്പെടുന്നത്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ സ്വർഗത്തിൽ നിന്റെ പേരെഴുതും. അതേ നിമിഷം തന്നെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിലേക്ക് കേറ്റും. അന്യഭാഷ അടയാളത്തോടെ കേൾക്കും. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. ശ്രദ്ധിച്ചേ, യേശുവിനെ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതും. അതേ നിമിഷം തന്നെ ദൈവം നിങ്ങളെ രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളമായ പരിശുദ്ധാത്മാവിനും തരും. ഹല്ലേലൂയ പറയാമോ? അന്യഭാഷ അടയാളത്തോടെ തരും. അങ്ങനെ യേശുവിനെ കർത്താവെന്ന് ഞാൻ പറഞ്ഞ വായ് കൊണ്ട് പറഞ്ഞപ്പെടാൻ സ്വർഗത്തിൽ പേരെഴുതിയെങ്കിൽ യേശുവിൻ്റെ വചനവും ഞാൻ വായി കൊണ്ട് പറയാൻ, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പം സ്വർഗത്തിൽ ഇത് ചലിപ്പിക്കും. ഭൂമിയെ ഇത് മാറ്റും. അന്ധകാര പാതാള മേഖലകളെ ഇത് പൊട്ടിക്കും. ഞാൻ വാ കൊണ്ട് പറഞ്ഞതിനെ സ്വർഗത്തെ, ഭൂമിയെ, പാതാളത്തെ ചലിപ്പിക്കും. എങ്ങനെ വാ തുറക്കാൻ പറ്റുന്നവരിനകത്തുണ്ടോ? രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല നീ വാ കൊണ്ട് പറയുന്നേ, എല്ലാം നീ വാ കൊണ്ട് പറയണം. എൻ്റെ ആഗ്രഹം നാളെ എൻ്റെ വീട് വാടക കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവമക്കളെ, ആഗ്രഹങ്ങളെ ദൈവം സ്ഥാപിക്കാറില്ല. ഹല്ലേലൂയ. ദൈവം സ്ഥാപിക്കുന്ന അവൻ്റെ വചനത്തെയാണ്. നീ പറയാണ് ഞാൻ വാൽ അല്ല, ഞാൻ തല തന്നെ ആയിരിക്കും. ദൈവം ആമേൻ എന്നതിനെ പറയും. കൂടെയുണ്ട്. നീ പറയാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ദൈവം അതിൽ ആമേൻ എന്ന് ദൈവം കൽപ്പിക്കും. നീ വായ് കൊണ്ട് പറയുന്നത് സ്വർഗത്തെ ചലിപ്പിക്കും, ഭൂമിയെ മാറ്റും, പാതാളത്തെ വിറപ്പിക്കും. നീ വായ് കൊണ്ട് കർത്താവെന്ന് പറഞ്ഞപ്പം അത് സ്വർഗത്തെ മാറ്റി, അത് നിന്നെ മാറ്റി, പിശാചിന്റെ കെട്ടിനെ പൊട്ടിച്ചെങ്കിൽ വീണ്ടും നീ വാ കൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് പറയണം, ഞാൻ വളർത്താഴ്ചയല്ല ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും. യേശുവിനെ അറിയുന്നതിന് മുമ്പ് പാരമ്പര്യ വിശ്വാസം ഇരുന്നപ്പോ എൻ്റെ വീട്ടിൽ ഒരുപാട് യേശുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പുണ്യാളന്മാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ യേശുവിൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പല സ്റ്റേജിലുള്ള ഉണ്ണി യേശുവുണ്ട്, വലിയ യേശുവുണ്ട്, തിരുഹൃദയമുള്ള യേശുവുണ്ട്, കരയുന്ന യേശുവുണ്ട്. ഇവരെല്ലാവരും എൻ്റെ വീട്ടിലും ഞാൻ പോയിരുന്ന പള്ളിയിലും ഉണ്ടായിരുന്നു. എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ പോയ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി യേശുവിൻ്റെ ഫോട്ടോ അല്ല എന്നെ രക്ഷിക്കുന്നത്, യേശുവിൻ്റെ വാക്കുകളാണ് എന്നെ രക്ഷിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ യേശുവിൻ്റെ ഫോട്ടോ അല്ല, യേശുവിൻ്റെ വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. എവിടെ എൻ്റെ വീട്ടിൽ തിരിഞ്ഞാലും വചനങ്ങൾ കാണാം. രാവിലെ എഴുന്നേറ്റ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ സർവാന്തരം യഹോവ. ഇത് കാണുമ്പോഴെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ മനസ്സിലാകും ഇത് നീ പറഞ്ഞോണം. എൻ്റെ വീട്ടിൽ സിറ്റിംഗ് റൂമിൽ എഴുതിയിരിക്കുന്ന വചനമാണ്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. വേറൊരു എഴുതി, നിന്റെ കാര്യങ്ങളെ യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. ഇത് കാണുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ വിശ്വാസമാണ് തകർന്നു വന്ന, എൻ്റെ ഉള്ളിൽ ആശ്വാസം മാത്രമല്ല ധൈര്യമാണ്. ഞാൻ ഈ മതിലിനെ ഞാൻ ചാടിക്കടക്കും. കാരണം വചനം പറഞ്ഞിട്ടുണ്ട്, നീ വാലല്ല, നീ മതിലുകൾ ചാടിക്കടക്കും, യഹോവയാൽ നീ ഉയരും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രക്ക് മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, 4 പേർക്കായി സ്തോത്രം. ഇനി ബാക്കിയുള്ളവർക്ക് അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വിടുതൽ മാജിക് അല്ല. വിടുതൽ ഒരു ദേവദാസന്റെ ഫോൺ നമ്പർ ഉള്ളതല്ല. കർത്താവ് നിന്റെ കയ്യിൽ താക്കോല് തന്നിരിക്കുക,
മീതെ സ്വർഗത്തിനെ നിനക്ക് കെട്ടാം, ഭൂമിയെ നിനക്ക് കെട്ടാം. മീതെ സ്വർഗത്തെ നിനക്ക് കഴിക്കാം, ഭൂമിയെ നിനക്ക് കഴിക്കാം. ഇതിന് ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവൻ്റെ വചനം നിന്റെ വായിലാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി, അവരുടെ ജീവിതം എല്ലാം ഉയരാൻ കാരണം എന്താണ്? എന്താ ഉയരാൻ കാരണം? രാവിലെ എഴുന്നേറ്റിട്ട് മനുഷ്യടോ, ഇതുകൊണ്ട് അവർ ഉയർന്നാണോ? വീട് നശിച്ച വീട്, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവാ, അവരത് പറയുന്നോറും ഉയരുകയാണ്. നിന്നെ തളർത്തുന്നത് ദൈവമല്ല, പിശാചല്ല, നിന്റെ വാ തന്നെയാണ്. ഹല്ലേലൂയ. വായിൽ ദൈവം വചനം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യ ദിവസം ഞാൻ പറയും, ഹല്ലേലൂയ, എൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി, എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റുള്ള ഒലിവ് തൈ. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പുരുഷനാണ് ഞാൻ. ഇതൊന്നും എൻ്റെ സാഹചര്യം, പക്ഷെ ഇത് ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. This is how you bring change. ഇങ്ങനെയാണ് മാറ്റം വരുന്നത്. നമ്മൾ പറയും, ഞാൻ പോയിട്ട് യാതൊരു മാറ്റവും ഇല്ല. നീ പോയിട്ട് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിന്റെ വാ തുറക്കാതെ, ഡാം തുറക്കാതെ ആരും നനയാൻ പോകുന്നില്ല. നീ പോയത് കൊണ്ടല്ല മാറ്റം, നിന്റെ വാ തുറക്കുന്നോണ്ടാണ് മാറ്റം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ നീ അന്യഭാഷയെ പറഞ്ഞു നോക്ക, നിന്റെ അന്യഭാഷയുടെ ലെവല് മാറും. നിന്റെ പ്രവചനം സ്റ്റാർട്ട് ചെയ്യും. നിന്നിലൂടെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. സ്വർഗത്തെ ചലിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഭൂമിയെ മാറ്റണമെന്ന് ആഗ്രഹമുള്ളവർ, പാതാളത്തെ വിറപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അടങ്ങിയിരിക്കരുത്. വാ തുറന്ന അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചേ. You are turning your life. നീ നിന്റെ ജീവിതത്തെ മാറ്റുകയാണ്. Hallelujah. Hallelujah. You must change your life. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതം മാറണം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഉദാഹരണം, ഞാൻ ഭയങ്കര സീർട്ട് വലിയാണ്. എൻ്റെ സീർട്ട് വലി ഞാൻ ഇങ്ങനെ മാറ്റും. നിക്കോടെക്സ് കഴിക്കുന്നതുകൊണ്ടാണോ? അല്ല. സീർട്ട് വലി ഞാൻ ഇങ്ങനെ മാറ്റും. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവം എന്നെ സഹായിച്ചില്ല. ഇപ്പോൾ ഒരാൾ പറയാം, ഒരു പെൺകൊച്ച ഉടുപ്പ് പ്രലോഭിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ പറയാം, ദൈവമേ സഹായിക്കണേ, ദൈവമേ സഹായിക്കണേ, ദൈവം എന്നെ സഹായിച്ചില്ല, അതുകൊണ്ട് പിടിച്ചോ. അപ്പൊ അമിത രാജ എന്തോ ചെയ്ത്, അമിത ഞാൻ പലതവണ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സഹായിച്ചില്ല. അമിത, നമുക്ക് ദൈവത്തെ കുറ്റം പറയാം. നടക്കത്തില്ല. ദൈവമല്ല നിന്നെ സഹായിക്കുന്നേ. ഇവിടെ വചനം നിന്റെ വായിൽ, വചനം നിന്റെ സമീപത്ത്, വചനം നിന്റെ ഹൃദയത്ത്. നീ പറയുകയാണ്, ഹല്ലേലൂയ. സ്ത്രീ വരികയാണ്, വെരി ഗുഡ്, നല്ല സുന്ദരിയാ, പക്ഷെ എൻ്റെ പ്രിയനെ പോൽ സുന്ദരനായി വേറെ ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. നീ സുന്ദരിയായിരിക്കും, പക്ഷെ യഹോവ എൻ്റെ ഉള്ളിൽ സുന്ദരനാണ്. ഞാൻ എൻ്റെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തഴയ്ക്കും. യഹോവ എന്നിൽ ശക്തനാണ്. പിന്നെ ദൈവം സഹായിച്ചില്ല. ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു, പിന്നെ ഒന്നും നടക്കാത്തോണ്ട് ഞാൻ പിന്നെ പോയി ഒരു പെഗ് കുടിച്ചു. കുറെ നേരം ഞാൻ പ്രാർത്ഥിച്ചു നോക്കി, പിന്നെ എനിക്ക് എൻ്റെ ദുഃഖത്തിൽ ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ബെസ്റ്റാ സീരിയലിൽ നിന്ന് കണ്ടു. അല്ല, ദൈവം സഹായിക്കാൻ ഞാൻ വിജയം, ദൈവം സഹായിച്ചില്ല ബെസ്റ്റ. ദൈവം സഹായിക്കാനിരുന്നാൽ നിന്നെ മലമുകളിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ. മലമുകളിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഹല്ലേലൂയ. ഓഫർ തീരുന്നതിന് മുമ്പേ മലമുകളിൽ കല്ലറ ഉള്ള സ്ഥലമെന്നാണ് ഉദ്ദേശിച്ചത്. ആമേൻ. ദൈവം സഹായിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ അർത്ഥം നീ ഒരു കുഴിമടിയനാണ്. നിനക്കൊന്നും ചെയ്യാൻ വയ്യ, ഈസി കസേര കാലം നീട്ടിയിരിക്കണം, ദൈവം വന്ന് ഇറങ്ങി നിൽക്കണം. ഹല്ലേലൂയ. വചനം നിന്റെ സമീപത്തുണ്ട്, വചനം നിന്റെ വായിലുണ്ട്, വചനം നിന്റെ ഹൃദയത്തിലുണ്ട്. നിനക്ക് തീരുമാനിക്കാം ഈ വണ്ടി എങ്ങോട്ട് പോകണമെന്ന്. ദൈവം നിനക്ക് ചാവി തന്നിരിക്കുകയാണ്, സ്റ്റിയറിംഗ് തന്നിരിക്കുകയാണ്. വാലാകണോ തലയാകണോ, ഇത് നിന്റെ കയ്യിലാണ്. ജീവന്റെയും മരണത്തിന്റെയും അധികാരം നിന്റെ വായിൽ ഞാൻ തന്നിരിക്കുകയാണ്.
ബൈബിളിൽ വാക്യമുണ്ട്, അമിതത് എടുക്കണം. ജ്ഞാനമുള്ള സ്ത്രീ തന്റെ ഭവനത്തെ പണിയും. ഹല്ലേലൂയ. 14:1. ഏത് സദൃശ്യം? ഓക്കെ, സദൃശ്യം 14:1. ഞാൻ എടുക്കത്തില്ലായിരുന്നു, പക്ഷെ എൻ്റെ ഭാര്യ മറുതലിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. സദൃശ്യം 14:1. ഹല്ലേലൂയ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ഓക്കെ, എല്ലാവരും വായിച്ചേ. സദൃശ്യം 14:1. വായിച്ചോ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. സ്ത്രീകൾ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു. കണ്ടോ, ഭോഷത്വമുള്ളവളോ ദൈവവും പിശാചും ഒരുമിച്ച് നിന്ന് പൊളിച്ചു കളയുന്നു. അങ്ങനെയാണോ? പറ, എല്ലാരും പറ. സ്ത്രീകൾ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ഹല്ലേലൂയ. ജ്ഞാനമുള്ളവർ കൈ ഉയർത്തിക്കേ. 4 പേരേ ഉള്ളൂ. ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ ജ്ഞാനം നിന്നിലുണ്ട്, മഹത്വം നിന്നിലുണ്ട്, തേജസ് നിന്നിലുണ്ട്, സമ്പന്നത നിന്നിലുണ്ട്, ആരോഗ്യം നിന്നിലുണ്ട്. ആമേൻ പറയാൻ പറ്റുന്ന ഉറക്കൊരാമേൻ പറഞ്ഞു. ഇനി അത് വെച്ച് നീ പണിയണം, അത് വെച്ച് നീ പണിയണം, നീ വാ തുറക്കണം. ഞാൻ തെളിയിച്ചു തരാം. ദൈവം എസെക്കിയേലിനെ അസ്ഥിയുടെ താഴ്വരെ കൊണ്ടുപോയി. എന്നിട്ട് ദൈവം കാണിച്ചു കൊടുത്തു, ഇതാണ് അസ്ഥി, ഇത് ഉണങ്ങിയിരിക്കുകയാണ്, നാളുകളാണ്. ഇനി ഒരു ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോടാ? ആമേൻ. അന്ന് എസെക്കിയേൽ പറഞ്ഞു, ജീവിക്കും, നിന്നാലെല്ലാം ജീവിക്കും എന്നാണോ? ജീവിക്കും. ദൈവമേ, നിനക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. എസെക്കിയേൽ പറഞ്ഞു, നിനക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിനക്കറിയാം. അതുകൊണ്ട് ദൈവം പറയാണ്, പ്രവചിക്കട, പറയട, അസ്ഥികളോട് പറ, കാറ്റിനോട് പറ, എല്ലാത്തിനോടും നീ വാ തുറന്ന്. ഇന്ന് ഞാൻ പറയുക, നിന്റെ തലമുറ ആരാധനയ്ക്ക് വന്നിട്ടില്ല, പക്ഷെ വാ തുറന്ന് ഇവിടെ നിന്ന് പറ, അവനെ വിളിക്ക, ആരാധനയ്ക്ക് ഇവിടെ നിന്ന് വിളിക്ക. നിന്റെ വീട്ടുകാരെ വിളിക്ക, നിന്റെ നന്മയെ വിളിക്ക. എല്ലാരും വാ തുറന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായതിനെല്ലാം വിളിക്ക. ശത്രു കൊണ്ടുപോയതിനെല്ലാം തിരിച്ചു വിളിക്ക. കൊണ്ടുവാ. എന്റെ ജോലി വാ, എന്റെ നന്മ വാ, എന്റെ ഉയർച്ച വാ. എല്ലാരും വാ തുറന്ന്. വരൾച്ചയല്ല, നിന്റെ വളർച്ചയെ പ്രഖ്യാപിക്കുക. പ്രവചിക്കുക. പറ, അസ്ഥിയോട് പറ, ആർത്രൈറ്റിസിനോട് പറ, കണ്ണിനോട് പറ, ചെവിയോട് പറ, കഴുത്തിനോട് പറ, കിഡ്നിയോട് പറ, ലിവറിനോട് പറ, ഹാർട്ടിനോട് പറ. അഭിഷേകം ചലിക്കുകയാണ്. As you move, God moves. നീ ചലിക്കുമ്പോൾ നിന്റെ നന്മ യാദൃശ്ചികമല്ല, നീ വിളിച്ചു വരുന്നതാണിത്. ഇതൊരു പാസ്റ്റർ കൈവെക്കുന്നതല്ല, നീ വിളിക്കുന്നതിന് ദൈവദാസന്മാരിൽ ഉറപ്പിക്കുന്നതാണ്. Call it out. നിനക്ക് വീടില്ല, സ്വന്തമായ വീടില്ല, നിനക്ക് വിളിക്ക, നിന്റെ വീടിനെ വിളിക്ക. നിനക്ക് സ്വന്തമായ വാഹനമില്ല, വിളിക്ക വാഹനത്തെ. Hallelujah. Amen.
പരാജയത്തിൽ നിൽക്കുന്നത്. അവർ ദൈവത്തിനായി കാത്തിരിക്കുകയാണ്. അവരുടെ താക്കോൽ എടുക്കുന്നില്ല. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ വന്നിട്ട് അവരുടെ വണ്ടിയുടെ താക്കോല് കളഞ്ഞുപോയി. അപ്പൊ അവർ താക്കോൽ അന്വേഷിച്ച് എല്ലായിടത്തും പോയി. അപ്പോഴാണ് മനസ്സിലായത് ആ താക്കോല വണ്ടി തന്നെ ഉണ്ടായിരുന്നു. ആമേൻ. ഇന്നിതാണ് വിശ്വാസികൾ. എല്ലാം നിങ്ങൾക്ക് തന്നു, പക്ഷെ നിങ്ങൾ ഓടി നടക്കുകയാണ്. എവിടെയാണ്? അവർ വിളിക്കുന്നിടത്ത് അവിടെ പോകും. ഇവരിങ്ങോട്ട് വിളിച്ചാൽ ഇവരിങ്ങോട്ട് പോകും. അവിടെ അങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾ അറിയുന്നില്ല വണ്ടി തന്നെ താക്കോലുണ്ട്. എല്ലാരും പറ, എൻ്റെ വായിൽ തന്നെ താക്കോലുണ്ട്, എൻ്റെ ഹൃദയത്തിൽ തന്നെ ആ താക്കോലുണ്ട്, എൻ്റെ അടുത്ത് തന്നെ ആ താക്കോലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 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 എത്ര ചിലത് പ്രാപിക്കുന്നുണ്ട് രാവിലെ കാലം? ഹല്ലേലൂയ. റബ ഷാക അന്യഭാഷയെ പ്രാർത്ഥിച്ച റബ ഷാക റബ ഷാത റേമ ഷാത. റോമർ 10 അതിന്റെ 17. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എങ്ങനെ വിശ്വാസം വരുന്നേ? എങ്ങനെ വിശ്വാസം വരുന്നേ? കേൾക്കുന്നത് കൊണ്ട്. പണ്ട് അമേരിക്ക ജപ്പാനെ ബോംബിട്ടപ്പം ജപ്പാനിൽ അമേരിക്കയുടെ ഒരു തടവുകാരനുണ്ടായിരുന്നു. അപ്പം അമേരിക്ക ഹിറോഷിമ നാഗസാക്കിയിൽ ന്യൂക്ലിയർ ബോംബിട്ടു. പക്ഷെ ഈ പുള്ളി തടവിലായതുകൊണ്ട് ഈ പുള്ളി ജപ്പാനിൽ, അമേരിക്കയുടെ തടവുകാരൻ ജപ്പാനിലിരിക്കുകയാണ്. ഈ പുള്ളി സംഭവിക്കുന്ന ഒന്നും അറിയുന്നില്ല. പുള്ളി അവിടെ വീണ്ടും അറസ്റ്റായി കിടക്കുകയാണ്. ആമേൻ. യുദ്ധം അമേരിക്ക ജയിച്ചു, പക്ഷെ പുള്ളി അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പുള്ളി പറയുന്ന ജപ്പാൻ നമ്മളെ തകർത്ത് കളയും, ജപ്പാൻ നമ്മളെ കൊന്നുകളയും, ജപ്പാനിലാണ് നമ്മൾ തീരുന്നത്. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു, അറിഞ്ഞില്ലേ ആമേൻ, അമേരിക്ക 2 ന്യൂക്ലിയർ ബോംബിട്ടു, ജപ്പാൻ തകർന്നു, ജർമ്മനി തകർന്നു, എല്ലാം എതിർന്ന് അമേരിക്ക ജയിച്ചു. ഇത് കേട്ടതും ഈ കാരാഗ്രഹത്തെ പൊളിക്കാനുള്ള എല്ലാ ഇദ്ദേഹത്തെ വന്ന് ഇദ്ദേഹം സടകൊടന്ന് എഴുന്നേറ്റു. യേശു 2023 വർഷം മുമ്പ് യേശു ക്രൂശിൽ ജയിച്ചു. പക്ഷെ ഇന്നും അത് കേൾക്കാത്തവർ പറയുന്നത് അറിയാമോ? പാസ്റ്ററിന് അറിയാമോ, എന്നിൽ പിശാചുണ്ട്. അവർ പറഞ്ഞു 4 എണ്ണം ഉണ്ടെന്നാണ്, വേറെ വരും 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പാസ്റ്ററിന് അറിയാമോ, ഞാൻ മരിക്കുമെന്ന ഡോക്ടർ പറഞ്ഞു. പാസ്റ്ററിന് അറിയാമോ, എനിക്ക് നന്മ വരുത്തില്ലെന്നാണ് ഇന്നലെ രാത്രി ഞാൻ കണ്ട സ്വപ്നം എല്ലാം പറയുന്നത്, എനിക്ക് ഉയരത്തില്ലെന്നാണ്. പക്ഷെ നിന്നോട് എനിക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. മീതെ സ്വർഗത്തിൽ ഭൂമിക്ക്, ആമേൻ, സ്വർഗത്തിന്റെ കീഴെ ഭൂമിക്ക് കീഴെ ആമേൻ യാതൊന്നിനും നിന്നെ തടുക്കുവാൻ കഴിയത്തില്ല. നിന്റെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയത്തില്ല. നിന്നിൽ വന്നിരിക്കുന്നത് അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ തടുക്കാൻ ഇനി ഒന്നിനും കഴിയത്തില്ല. കാരണം നിന്നിൽ വന്ന ശക്തി മാനുഷിക ശക്തിയല്ല, അമാനുഷിക ശക്തിയാണ്. ഒരു ഭൂതത്തെ പിടിക്കാൻ, ആമേൻ,
ഒരു ഭൂതഗ്രസ്തനെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞില്ല, അടക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭൂതം ബാധിച്ചവനെ ആർക്കും അടക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടെ പറയാം, ഒരു ഭൂതഗ്രസ്തനെ ഗദർ ദേശത്ത് കണ്ടപ്പോൾ ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശു വന്നപ്പോൾ അടങ്ങാത്തവൻ അടങ്ങി. ആ യേശുവാണ് നിന്നിൽ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു പാതാളത്തിനോ ഒരു കല്ലറയ്ക്കോ നിന്നെ അടക്കാൻ കഴിയത്തില്ല. നിന്റെ ഉള്ളിലുള്ള വചനത്തെ അടക്കാൻ കഴിയത്തില്ല. ഒരു പ്രതികൂലത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. യു ആർ മോർ ദാൻ എ കോൺകറർ. നീ സകലത്തിലും ജയാളിയാണ്. ആമേൻ. ഹല്ലേലൂയ. Nothing, absolutely nothing is too difficult for you. Oh, ഇല്ല അസാധ്യമായതില്ല, എൻ ദൈവത്താൽ അസാധ്യമായതില്ല. പറഞ്ഞേ, ഇല്ല അസാധ്യമായതില്ല, എൻ ദൈവത്താൽ അസാധ്യമായതില്ല. ശ്രദ്ധിച്ചേ. ഇതാണ് നിന്റെ ഉള്ളിൽ വന്ന്. ഇത് നീ കേൾക്കണം. ശ്രദ്ധിച്ചേ. ഞാൻ ഈ മൈക്കിൽ കൂടെ പറയുന്നതല്ലേ നിങ്ങൾ ഈ സ്പീക്കർ കൂടെ കേൾക്കുന്നത്? ശരിയാണോ അല്ലേ? ഞാൻ ഈ മൈക്കിൽ കൂടെ പറയുന്നതല്ലേ നിങ്ങൾ ഈ സ്പീക്കറിൽ കൂടെ കേൾക്കുന്നേ? ഇപ്പൊ ഞാൻ സ്പീക്കറും എന്ന് വെക്കത്തുള്ളൂ. ഞാൻ എന്ത് ഈ മൈക്കിൽ കൂടെ പറയുന്നു, വയറില്ലെങ്കിലും ഈ സ്പീക്കറിൽ കൂടെ അത് കേൾക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ജയാളികളാണെന്ന് ഞാൻ ഒരു 10-100 തവണ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയവീരന്മാരായി എഴുന്നേറ്റ് നിൽക്കും. പട്ടിയുടെ കുഞ്ഞ് പട്ടിക്കുഞ്ഞാലോ അല്ല പട്ടിക്കുട്ടി എന്ന പോലെ, പൂച്ചയുടെ കുഞ്ഞ് പൂച്ചക്കുട്ടി എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ നിങ്ങൾ പ്രസവിക്കും. പക്ഷെ നിങ്ങൾ രാവിലെ തൊട്ട് പറയുന്നതും കേൾക്കുന്നതും അറിയാം. കണ്ട, വാട്സാപ്പിൽ ഒരു സാധനം പുതിയ വൈറൽ വന്നു. ബൈക്ക് ഇടിച്ചു കൂട്ടും, അവൻ ചത്തുപോയി. അവൻ ചത്തതും ഇവൻ ചരിഞ്ഞതും നീ കണ്ടാൽ നീയും ചാവും, നീയും ചരിയും. കാരണം നിന്റെ സിസ്റ്റം ആ സിസ്റ്റം അല്ല. നിന്റെ സിസ്റ്റം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ശരിയാ, അവര് നിന്നെ കുറിച്ച് അത് പറയുന്നുണ്ട്. ശരിയാ, അവര് നിന്നെ കുറിച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അത് അവന്റെ തലം, അത് അവന്റെ രീതി, അത് അവൻ വന്ന സമ്പ്രദായം. പക്ഷെ ഞാൻ ഭൂമിയിൽ നിന്ന് ജനിച്ചവനല്ല, ഞാൻ ഉയരത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവനാണ്. ഞാൻ സ്വർഗീയ അവകാശിയാണ്, സ്വർഗത്തിന്റെ ഓഹരിയാണ്, സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ഞാൻ അബദ്ധമല്ല, ഞാൻ ദൈവത്താൽ ജനിച്ചവനാണ്. Hallelujah. നിന്നെ ദൈവം വിളിച്ചത്, നീ ദൈവത്താൽ ജനിച്ചവനാണ്. ഹല്ലേലൂയ. ആരും നിന്നോട് പറയില്ല നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയരുത്. ഹല്ലേലൂയ. നോർമലി ഒരു ചർച്ചിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? നമ്മളെല്ലാം മറിഞ്ഞടിച്ച് വീഴും, ഉരുണ്ട് വീഴും, എല്ലാം ചെയ്യും. ഞാൻ സ്തോത്രം പറയും. പക്ഷെ എഴുന്നേറ്റ് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ വഴക്കും ബഹളവും പറച്ചിലും കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെ എത്തി. കറക്റ്റ്. ഇവിടെ നമ്മളിതെല്ലാം കേട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയുണ്ട് ആരാധന? കുഴപ്പമില്ല. കഴിച്ചാവല്ല, നീ വരെ എങ്ങനെ കഴിക്കുവേടി? എന്താ തുടങ്ങി. പക്ഷെ എവിടെ നിന്നാണ് നീ ജനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഒരാളെ ഞാൻ വീട്ടിൽ വിളിച്ചു. പുള്ളി പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല. പുള്ളിക്ക് വരണ്ട, അത്രയേ ഉള്ളൂ. എന്താ? ഞാൻ അറിയാതെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക. പുള്ളി എല്ലായിടത്തും പോകുന്നുണ്ട്. ഞാൻ വിളിച്ച പുള്ളിക്ക് അറിയാതെ
പുള്ളി കള്ളമടിക്കുകയാണ്. ആക്ച്വലി പുള്ളിയെ കെട്ടുകയാണ്. നിങ്ങൾക്കറിയാം, കുറച്ച് നാൾക്ക് ശേഷം ഈ പറഞ്ഞ അസുഖം പുള്ളിക്ക് വന്നു. പുള്ളിക്ക് അതുവരെ അതില്ലായിരുന്നു. പക്ഷെ ഈ കള്ളം അത് തുറന്നു. നിന്റെ വാ കൊണ്ട് പറയുന്ന കള്ളം വരെ അത് മറ്റയാളെ പറ്റിക്കുന്നല്ല, നീ നിന്നെ കെട്ടുകയാണ്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വിചാരിക്കും നമ്മളൊറ്റ ദൈവമക്കളെ ദൈവം വചനം വായി തന്നത് അതിനല്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയും, എന്നിലൂടെ വെളിപ്പാടുകൾ ഒഴുകുന്നു, എന്നിലൂടെ അത്യന്ത ശക്തി ഒഴുകുന്നു. ഞാനൊരു ചലനമാണ്, ഞാൻ ചലിപ്പിക്കും. എന്നെ ചലിപ്പിക്കാനാണ് ദൈവം വിളിച്ചത്. ഞാൻ ഒതുങ്ങുകയില്ല, ഒതുക്കപ്പെടുകയില്ല, തടയപ്പെടുകയില്ല. ഞാൻ എല്ലാ നാമങ്ങൾക്കും മീതെ ഉയരും. ദൈവത്താൽ ഞാൻ വളരും. വിളിച്ചു പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഞരമ്പുകളും ഞാടികളും എല്ലാം എഴുന്നേറ്റ് പറയും, വരണേ, ബൈബിൾ വായിക്കടാ, പ്രാർത്ഥിക്കടാ, ബൈബിൾ വായിക്കടാ. അത് വിളിച്ചു പറയടാ. ഇത് ശത്രു നമ്മളെ മൂടുകയാണ്. ഇങ്ങനെ ഇരിക്കും, കുറെ ആലോചിക്കും, പിന്നെ ഇങ്ങനെ വരും. ഞായറാഴ്ചയായി പാസ്റ്റർ കണ്ടു, പോയി. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞേ, പക്ഷെ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഹൃദയം മൊത്തം പിശാച് പറയുന്നേ, നീ സാധാരണമാ, നിന്നെ കൊണ്ട് നടക്കത്തില്ല. നിന്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞ നീ വന്നതിന് ശേഷമായി വീട് നശിച്ച്. പക്ഷെ എനിക്കതല്ല പറയാനുള്ള. വിശ്വാസം കേൾവിയാലും. എന്നോട് കർത്താവ് പറഞ്ഞു, യഹോവയുടെ ആത്മാവ് നിന്റെ മേലുണ്ട്. ബദ്ധന്മാരെ വിടിയിപ്പാൻ, കുണ്ടറകളിൽ നിന്ന് സൗഖ്യം കൊണ്ടുവരാൻ, അന്ധകാരമുള്ള തുടങ്ങാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. പ്രഖ്യാപിക്കണ എന്റെ സദ്വർത്തമാനം, പ്രവചിക്കണ. ഇവിടെ രണ്ടുപേരും ഉറങ്ങിക്കഴിയുമ്പം എനിക്ക് പ്രസംഗിക്കാൻ തോന്നത്തില്ല. പക്ഷെ ഞാൻ എന്നോട് പറയും, നല്ല അടിപൊളി മെസ്സേജാണ്, ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം പറയും, പറയടാ, പറയടാ, വീണ്ടും പറ, വീണ്ടും പറ. നീ എൻ്റെ ആത്മാവിനെ ഇളക്കണം, നീ എൻ്റെ ആത്മാവിനെ ഉദ്യമിപ്പിക്കണം. എത്ര ചായ കുടിച്ചിട്ടുണ്ട്? ചായ 4 പേര് എല്ലാവരും. എൻ്റെ വൈഫ് ഒരുപാട് പഞ്ചസാര ഇടുന്ന ഒരാളാണ്. ഒരുപാട് പഞ്ചസാര അതിനകത്തിടും, എന്നിട്ട് അവിടെ വെച്ചേക്കും. ഞാൻ കുടിക്കും. ഇപ്പം അമിത പിള്ളേരെ നോക്കാൻ പോകും. ഞാൻ പിന്നെ അമിത ഉണ്ടാക്കിയത് കൊണ്ട് കുടിച്ചതാണ്. ഒരു തുള്ളി പഞ്ചസാര അതിനകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കുടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പം പഞ്ചസാര എല്ലാം അടി കിടക്കുന്നു. എൻ്റെ വൈഫ് ചായ ഉണ്ടാക്കിയത് കറക്റ്റാണ്, കുടിച്ചപ്പോൾ ഒരു തുള്ളി പഞ്ചസാര ഇല്ലാത്തതും കറക്റ്റാണ്. പക്ഷെ എൻ്റെ വൈഫ് പഞ്ചസാര ഇട്ടതാണ്, പക്ഷെ ഞാൻ ഇളക്കിയില്ല. ദൈവം ആത്മാവിനെ തന്നത് കറക്റ്റാണ്, എന്നിൽ അത് ഉണ്ടെന്നും കറക്റ്റാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാറ്റമില്ല. ദൈവം ഇപ്പൊ എന്നെ വിളിക്കുന്നത് ഇളക്കാൻ. അതിനെ ഇളക്കണം, അതിനെ ഉദ്യമിപ്പിക്കണം, പാട്ടുപാടി ഇളക്കണം, ആരാധിച്ചിളക്കണം, വചനം പറഞ്ഞ് ഇളക്കണം. ഇന്ന് ആരൊക്കെ ആത്മാവിനെ ഇളക്കാൻ, ഒന്ന് ചലിപ്പിക്കാൻ റെഡിയാ? Come on, somebody worship, 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 worship. Yes, yes, kariva, kariva. Annivasha, kariva, kariva. Nee adine elakkanam, 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 nee adine udyamikkanam. Abarakala rarabo shab.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇളക്കുന്നില്ല, നീ ആരാധിക്കുന്നില്ല, നിങ്ങളിൽ പ്രവചനവരം ഉണ്ടറിയാമോ? ചില സിസ്റ്ററിന് അറിയാം, പക്ഷെ നിങ്ങൾ ഇളക്കുന്നില്ല. ഹല്ലേലൂയ. ദേവദാസന്മാര് വരും, ആ മീറ്റിംഗ് വളരെ നല്ലതായിരിക്കും. തിരിച്ച് നിങ്ങൾ ആഴ്ച ഇച്ചിരി ഉന്മേഷം ഉണ്ടാകും. അടുത്ത ആഴ്ച വീണ്ടും നിങ്ങൾ തെങ്ങിയിരിക്കുകയാണ്. വീണ്ടും നിങ്ങളെ ഇളക്കണം, വീണ്ടും നിങ്ങളെ ഇളക്കണം. ആരെങ്കിലും വന്ന് ഇളക്കുന്നതിനേക്കാൾ നീ നിന്നെ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ എൻ മനമേ, അവൻ ഇളക്കുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ, അവൻ ഇളക്കുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും ഇളക്ക നിന്നിലുള്ള ദൈവം ചെയ്ത നന്മകളെ ഇളക്ക. പറഞ്ഞതിന് ആമേൻ പറയുന്നത്രയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള ശക്തി നിങ്ങളിലുണ്ട്. നിങ്ങൾക്കതറിയാമോ? നിങ്ങൾക്കതറിയാമോ? സ്വർഗത്തിലെ ഭൂമിയിലെ സകല ധനവും നിങ്ങളുടെ അക്കൗണ്ടിൽ വരത്തക്കണ സാധനങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ രാമേനോ കൈയൊക്കെ ഉയർത്തിക്കണം. RCC കാലിയാക്കാനുള്ള ശക്തി നിന്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അതിനെ ഇളക്കാൻ പറ്റുന്നവരുണ്ടോ? അതിനെ ഇളക്കാൻ പറ്റുന്നവരുണ്ടോ? അന്യഭാഷയെ പ്രാർത്ഥിച്ച് come on church, come on, something is happening. എന്തൊക്കെയോ ഷിഫ്റ്റിംഗ് നടക്കുകയാണ്, ഇതിനകത്ത് ചലിക്കുകയാണ്, ഇളകുകയാണ്. ജ്വലിപ്പിക്കുക, നിന്നിൽ വന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, രാവിലെ നിങ്ങൾ ഉണങ്ങി ദിവസത്തെ നേരിടണം. ഉണങ്ങി ഒന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോണം. മണ്ടത്തരം ചെയ്യരുത്. നിന്റെ ദിവസം മൊത്തം വെല്ലുവിളികളാണെന്ന് യേശു തന്നെ മത്തായി 6:34 പറഞ്ഞു. ഓരോ ദിവസത്തിന് അതിൻ്റെതായ ദോഷമുണ്ട്. മത്തായി 6:34 എടുക്കണ്ട. അപ്പൊ ഈ ദിവസം മൊത്തം വെല്ലുവിളിയാണ്. നീ പ്രാർത്ഥിക്കാതെ കയറിപ്പോവുകയാണ്. അവിടെ ചെന്ന് വചനം പറയുമ്പോൾ അവിടെ ചെന്ന് പുലി പോലെ പോകുന്ന നീ എലി പോലെ തിരിച്ചു വരും. പിന്നെ ഈ ദേഷ്യം മൊത്തം ആരോട് തീർക്കും? പിള്ളേരോടും ഭാര്യയോടും. അതിലും തീർന്നില്ല, ആര് തീർക്കും? നടി മനുഷ്യനോട്. കാരണം വെല്ലുവിളികളെ നേരിടാൻ നീ സജ്ജനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന സമയത്ത് എല്ലാവരും ഓടി വരികയാണ്. അപ്പുറത്തെ ചായക്കടക്കാരൻ, ഇപ്പുറത്തെ ആൾക്കാരെല്ലാം ഓടി വരികയാണ്. എന്താണ്? റൂബൻ സ്കൂളിൽ വീണു. ഇവിടെ എല്ലാവരും ഓടി നടക്കുകയാണ്. റൂബൻ, അവിടെ നിന്ന് എല്ലാ ആൾക്കാർ വരുന്നു, ഇവിടുന്ന് ആൾക്കാർ വരുന്നു. റൂബൻ സ്കൂൾ പാസിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തും കൊണ്ടും തകരാം. കാരണം എന്തുവാ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ ഓർക്കുന്നു, അന്ന് രാവിലെ അവൻ സ്കൂളിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ സ്കൂളിലോട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞു, പറ, ജീസസ് ഐ ലവ് യു, ജീസസ് ഹെൽപ്പ് മീ ടു സ്റ്റഡി, ജീസസ് ഹെൽപ്പ് മീ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തു വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. രാവിലെ സ്കൂളിൽ പോയ സമയം നമ്മൾ ഒരുമിച്ച് എൻ്റെ വാദിക്ക പറഞ്ഞ ജീസസ് ഐ ലവ് യു. നമ്മൾ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർമാർ ഇത് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ, സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന ദിവസം ആരംഭിക്കുമ്പോൾ ആദ്യം ദൈവത്തോടു കൂടി ഇരുന്നിട്ടേ തുടങ്ങാവോ, അല്ലെങ്കിൽ നീ ഒരു എലിയായി പോകും.
ശക്തി ഇല്ലാത്തോണ്ടല്ല, ഇളക്കാതെ നീ പോയാൽ അവൻ കലക്കാൻ ശ്രമിക്കും. പക്ഷെ ഇളകി നീ പോയാൽ നീ അവനെ കലക്കും. ഒരാളെല്ലോ ആരൊക്കെ പറയുന്നതിനകത്ത് ഹല്ലേലൂയ. ഞാൻ ഇതും കൂടെ പറഞ്ഞ് നിർത്താം. 14 വാക്യം, റോമർ 10:14. എന്നാൽ അവൻ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? റോമർ 10:14. എന്നാൽ അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നിങ്ങൾക്ക് മനസ്സിലായത്? ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ആരെയും വിടുവിക്കുന്നതല്ല. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ആരെയും സൗഖ്യമാക്കുന്നതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് നിങ്ങളെ വിടുവിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാനും പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണത്തോടെ പറയാം, എത്ര സ്വീകരിക്കാൻ റെഡിയാണ്? ഇതെന്ന് പറഞ്ഞാൽ യോസേഫിന്റെ സഹോദരങ്ങളെ പോലെയാണ്. ഇവര് അരി വാങ്ങിക്കാൻ യോസേഫിന്റെ അടുക്ക വരികയാണ്. അരി തരാമോ? ഇവർക്കറിയത്തില്ല ഇത് ഇവരുടെ സഹോദരനായ യോസേഫാണ്. ഇവർക്കറിയത്തില്ല. ഇവര് വന്ന് അരി തരാമോ? 10 രൂപ തരാം. 10 രൂപയ്ക്ക് അരി തരാമോ? സ്വന്തം സഹോദരൻ പ്രധാനമന്ത്രിയാണ്. ഇവർക്കറിയത്തില്ല ഇത് സ്വന്തം സഹോദരനാണ്. അരി തരാമോ? 100 രൂപ തരാം. അടുത്ത ആഴ്ച, അടുത്ത വെള്ളിയാഴ്ച കിട്ടും, അപ്പൊ തരാം. സ്വന്തം സഹോദരനോട് പറയുന്ന കെഞ്ചുകയാണ്. അവിടെയാണ് സുവിശേഷം വരുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഇവൻ വിശ്വാസത്തിൽ മൊത്തവും കഷ്ടപ്പെടുകയാണ്. അയ്യോ അയ്യോ, എന്റെ കുടുംബജീവിതം ബസ്രേ, വിശ്വാസത്തിൽ വന്ന് ജോലി പോയി, എല്ലാം പോയി, എല്ലാം തകർന്നു ബസ്രേ. യേശുവേ യേശുവേ, അവിടെ പോയി യേശുവേ, എല്ലായിടത്തും നീ പോയി യേശുവിനോട് സഹായിക്കണേ. ഇവിടെയാണ് സുവിശേഷം വന്നിട്ട് പറയുന്നത്, ഡേ 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 ഡേ, ഞാൻ ആരെന്ന് മനസ്സിലായോ? ഞാൻ നീ വിചാരിക്കുന്ന പോലെ നിന്റെ യജമാനനല്ല, നിന്റെ തന്നെ അപ്പന്റെ ഹല്ലേലൂയ മകനായ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച യോസേഫാണ് ഞാൻ. നിങ്ങൾ എന്നോട് കെഞ്ചരുത്, ദൈവം എന്നെ ഇതിന് അധിപനാക്കിയാണ്. ഈ ക്ഷാമകാലത്ത് നമ്മളിവിടെ കർത്താവാണ്. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. നിങ്ങൾ കെഞ്ചരുത്. ഇന്നാ പിടിച്ചോ, നിനക്ക് വേണ്ടത്, വേണ്ടിയതെല്ലാം പിടിച്ചോ. ഞാൻ നിന്റെ സഹോദരനാണ്. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഉണ്ട്, ഞാൻ യോസേഫാണ്. ഇതാണ് സുവിശേഷം. ഇത് യോസേഫാണെന്ന് ഒരു ഭൂതം അലറുകയാണ്. അവിടെ ഞാൻ പറയാം, യേശു മരിച്ചിട്ടില്ല, യേശു ഭൂതമാണ്. ക്യാൻസർ വരെ യേശു മരിച്ചില്ല, യേശു എന്നുണ്ട്. ക്യാൻസർ നീയാണോ? ഇതാ സുവിശേഷം. ഇത് ആൾക്കാർക്കറിയാതെ അവര് നേർച്ചയും കാഴ്ചയും കൊടുക്കുകയാണ്. അവര് ജാതകം നോക്കുകയാണ്, അവര് നിലവിളക്ക് കത്തിക്കുകയാണ്, അവര് മെക്കയിലും ഒക്കെ പോവാണ്. അവർക്കറിയത്തില്ല യേശു സ്വന്തം സഹോദരനാണ്. കെഞ്ചണ്ട, യാചിക്കേണ്ട. വചനം നിന്റെ വായിലുണ്ട്, വചനം നിന്റെ ഹൃദയത്തിലുണ്ട്, വചനം നിന്റെ അടുക്കലുണ്ട്. നീ പറഞ്ഞാൽ യോസേഫ് ധാരാളമായി തരും. ഇത് പൗലോസ് പറയുകയാണ്. എങ്ങനെ ഇവരത് വിശ്വസിക്കും? ഇത് പറയാൻ ഒരാൾ വേണ്ടേ? ഇത്രയും പറഞ്ഞാൽ മതി, ഇത് പറയണ്ടേ? പണ്ടെന്റെ അമ്മ മറിയയുടെ രൂപത്തിൽ പോയി മെഴുകുതിരി എത്തിച്ച് കരയുമായിരുന്നു. ഇന്ന് മെഴുകുതിരി ഇല്ലെങ്കിൽ യേശുവിന്റെ അടുക്ക പോയ എന്താണ്? യേശുവേ എന്റെ പിള്ളേര്, യേശുവേ. യേശു പറയും, തിരിഞ്ഞു നിന്നേ, ഞാൻ ആരാ?
നീ പണ്ട് പ്രാർത്ഥിച്ച രീതിയല്ല. ഇവിടെ ഞാൻ നിന്റെ പപ്പയാണ്, ഇവിടെ നീ എൻ്റെ കുഞ്ഞാണ്. നീ ചോദിക്കുന്നത് ധാരാളമായി നൽകത്തക്കവണ്ണം അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് തര. ഇതാണ് സുവിശേഷം. ഇത് പറയാൻ ഒരാൾ വേണം, ഇത് പ്രസംഗിക്കാൻ ഒരാൾ വേണം. നിങ്ങൾ ആരെയും വിടുവിക്കണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. യേശു മരിച്ചിട്ടില്ല, ഓടി കെട്ടിപ്പിടിക്കാം. യേശുവായിട്ട് അവർ കണക്ട് ആയ ധാരാളമായി അവർക്ക് ഉണ്ടായിക്കോളും. യോസേഫ് ഉടനെ പറഞ്ഞു, സഹോദരങ്ങൾ വന്നപ്പോൾ ഉടനെ പറഞ്ഞു, ആ കൈ കിടക്കുന്നൊക്കെ മരിക്കേ, കലി കിടക്കുന്നത് കെട്ടിപ്പിടിക്കുമ്പോ എല്ലാം പോവും. പിണങ്ങിയോ? ഇപ്പം അജീബ് ബ്രദർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ, യേശുവിനെ അറിഞ്ഞിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ആ കമ്മലും മുടിയൊക്കെ വെട്ടിക്കളയണം. അജീബാൻ അറിയത്തില്ല, എനിക്കറിയത്തില്ല. സഹോദരനാ, എല്ലാം കൊടുക്കും, മുഖവും പൊക്കവും അല്ല നോക്കുന്നേ, കെട്ടിപ്പിടിച്ചാ മതി. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോഴും ചീത്ത വിളിക്കുന്നവനായിരുന്നു. യേശുവിനെ അറിഞ്ഞപ്പോഴും വേണ്ടാത്ത ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ യേശുവിനെ അറിയും തോറും എല്ലാം എന്നെ വിട്ടുപോയി. ഞാൻ മാറിയതല്ല, അവൻ എന്നെ മാറ്റി. ഇതാ സുവിശേഷം. ദൈവമക്കളെ, ഞാൻ നിർത്തുക. സമയമായതുകൊണ്ടാ, പേടിച്ചിട്ടല്ല. ഇതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതിലേക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പ്രസംഗിക്കാത്തവനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കാത്തവനില്ലാതെ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഞാൻ നോർത്ത് ഇന്ത്യ ചെന്നപ്പം ഇതുപോലൊരു ക്ലാസ് എടുത്തു വിശ്വാസത്തെക്കുറിച്ച്. അപ്പം അവിടെ ഈ സർപഞ്ച്, അവിടുത്തെ വില്ലേജ് ഹെഡോടുണ്ട്. തൊട്ടപ്പുറത്ത് അവിശ്വാസം, വലിയൊരു കൂട്ടമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയണം, വിശ്വാസം പറയണം. അപ്പം ഞാൻ ഈ ചാർജ് കയറിയതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, ബ്രദർ പറ. ഇവൻ അവിശ്വാസിയാണ്, എനിക്കറിയത്തില്ല. ഞാൻ ഇവനോട് പറഞ്ഞു, നീ പറ മോനെ, നീ പറ. ഇവൻ ഈ ചാടി തരിക, നീ പറ. ഇവരങ്ങോട്ട്, അവൻ വിശ്വാസത്തിനൊന്നും അല്ല. നീ പറ എന്ന് പറഞ്ഞതും അവൻ പറഞ്ഞതും ഭൂതളകി. ഇത് ഇവരെ ചലിപ്പിച്ചു. ഇവൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ പറയാൻ പറഞ്ഞു. ഒന്നും അനങ്ങിയില്ല. കാരണം പാസ്റ്ററിലേക്ക് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്ന് ഫാസ്റ്റ് ചെയ്താലൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ഇവൻ അറിയാം, എല്ലാം മുട്ടും മടങ്ങാൻ യേശുവിന്റെ നാമം മതി. ഒരു പാസ്റ്ററിന് അതിനുശേഷം ശാസിച്ചു, എന്തോടോ താൻ കാണിച്ച. പക്ഷെ എനിക്ക് സുവിശേഷത്തെ കുറിച്ച് അറിയാവുന്ന ഒറ്റ കാര്യം, യോസേഫാണ് ഈ യേശു എന്ന് മനസ്സിലാക്കിയാൽ കെട്ടിപ്പിടിച്ച ഫറവോന്റെ അടുക്ക നിന്റെ പേര് വരും. മുഴുവൻ ഗോശനും നിന്റെ ചരിത്രം മാറും. നിന്റെ ശാപം പൊട്ടും, നിന്റെ രോഗം അഴിയും, നിന്റെ ബന്ധനം പൊട്ടും. ഇത് യേശുവിന്റെ വർത്തമാനത്തിന്റെ ശക്തിയാണ്. ഇതിനാ സെൽ മീറ്റിംഗ് തുറക്കാൻ പറഞ്ഞേ, ഇതിനാ സപ്പോർട്ട് ചെയ്യണ്ടേ. ഹല്ലേലൂയ. എല്ലാ കടകളും അടച്ചേ, എല്ലാ കടകളും അടച്ചേ. ആക്കിയാൽ വിശ്വാസം എന്ത് പറയുന്നു? ഇത് സ്വർഗത്തിൽ കയറുമെന്ന് പറയില്ല, അതവന്റെ സിംഹാസനം. ഭൂമിയിലാവെന്നും പറയരുത്. പക്ഷെ വിശ്വാസം എന്ത് പറയുന്നു? വചനം നിന്റെ വായിൽ, വചനം നിന്റെ ഹൃദയത്തിൽ, വചനം നിന്റെ സമീപത്ത്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് വചനം കേട്ടു. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ എത്ര പാസ്റ്റർമാർ ഇത് പറയുന്നതിന് അടികൊള്ളുന്നു? നിങ്ങൾക്കറിയാം, ഇതുപോലെ സഭാ ആരാധന നടത്താൻ മധ്യപ്രദേശിലോ UP-യിലോ ഇന്ന് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ ഇതുപോലുള്ള സഭകളെ പലതും ചുട്ടും നശിപ്പിക്കാൻ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാം പാസ്റ്റർമാർക്കെതിരെ കേസ് വരിക? നിങ്ങൾക്കറിയാമോ?
നിങ്ങൾക്കറിയാം, പാസ്റ്റർമാരുടെ കുടുംബത്തെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തല്ലിയാൽ നിങ്ങൾക്കറിയാമോ? ഇതൊരു മനുഷ്യനല്ല ചെയ്യുന്നത്, പിശാച ചെയ്യുന്നത്. ഈ വർത്തമാനം പരക്കരുത്. പക്ഷെ ഞാൻ ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന്, ഈ തെക്കേ അറ്റത്തുനിന്ന്, ഈ തെക്കേ നിൽക്കുന്ന ഈ സഭയിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാണ്, പിശാചെ കേട്ടോടാ, ഇവിടെ സദ്വർത്തമാനം ഘോഷിക്കുന്ന ഒരു കൈയുടെ സൈസിലെ മേഘം എഴുന്നേക്കുകയാണ്. ഞാൻ അവർ വലിയൊരു മഴയുടെ മുഴക്കം കാണുകയാണ്. നീ അടിച്ചമർത്തിയതിനെല്ലാം പകരമായി ഈ തെക്കേ ഭാഗത്തുന്ന ഒരു കാറ്റ് വീശുന്നുണ്ട്. അവർ യോസേഫ് ജീവനോളം ഉണ്ടെന്നും യോസേഫ് മരിച്ചിട്ടില്ലെന്നും അവൻ ഇന്നും കാര്യങ്ങൾ നടത്തുമെന്നും ഇന്നും ധാരാളമായി പകരുന്നുവെന്നും ഒരു ശക്തിയാൽ